ഹലോ ഗായ്സ്, ഞാനിപ്പം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇന്ന് പേപ്പറിലുള്ളൊരു വാർത്ത കണ്ടിട്ട് അത് നിങ്ങളോട് കൂടി എൻ്റെ വികാരം ഒന്ന് അറിയിക്കാനാണ്, രോഷം ഒന്ന് അറിയിക്കാനാണ്, സങ്കടം ഒന്ന് അറിയിക്കാനാണ്. എന്താ ചെയ്യുക ഇങ്ങനെയായാൽ? ഈ പെൺകുട്ടികളുടെ പെൺകുട്ടികൾക്ക് തോന്നുന്ന പോലെ പെൺകുട്ടികൾ മാറി മാറി കമ്മുകന്മാരെ ഉണ്ടാക്കും. എന്നിട്ട് തോന്നുന്ന പോലെ അവരിങ്ങനെ എന്താ പറയുക, എവിടെയെങ്കിലും പ്രസവിച്ചിട്ടിട്ട് കുഞ്ഞുങ്ങൾ, ചെറിയ നവജാത ശിശുക്കളെ എവിടെയെങ്കിലും കുഴിച്ചിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും കടലിൽ ഭിത്തിയോട് പോയി അടിച്ചു കൊല്ലുക, അതുപോലെ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിലിടുക. ഇത് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബാൽക്കണി ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് റോഡിലേക്ക് ചാടുക, കുപ്പത്തൊട്ടി കൊണ്ടിടുക. ഈ എന്തോ ഒരു പാപമാണ് ഈ ഇപ്പോഴത്തെ ചെറിയ പെൺകുട്ടികളൊക്കെ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഈ 10 കൊല്ലമൊക്കെ ഇങ്ങനെ എന്താ പറയുക, വ്രതം എടുത്തിട്ടും 10 മാസം അങ്ങനെയുള്ള ഒരുപാട് നമ്മളിപ്പം സ്ത്രീകളെ കാണുന്നുണ്ട്. ഇങ്ങനെ വ്രതം എടുത്തിട്ടും ഒക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ അമ്പലത്തിലെ നടയിലൊക്കെ ശയന പ്രദക്ഷിണം വെച്ചിട്ടും അങ്ങനെയുള്ള പലതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ ഇത് പിന്നെ എന്താ പറയുക, വലിയ വലിയ നേർച്ചയൊക്കെ നടത്തി ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹങ്ങൾ. പക്ഷെങ്കിൽ ഇത് മറുപുറം നോക്ക് നിങ്ങൾ, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ വളരെ കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. വളരെ വളരെ സങ്കടകരമായ കാര്യം ഇത്. അപ്പം പിന്നെ മറുതലക്കൽ നമ്മുടെ ഇപ്പോഴും ചൂരൽമലയിലും മുണ്ടക്കൈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും അവിടെ എന്താ പറയുക, നല്ല വിഷമകരമായ അവസ്ഥ നടക്കുന്നുണ്ടെങ്കിൽ കൂടി അതുപോലെ തന്നെ അർജുനന് വേണ്ടി ഇപ്പോഴും തെരച്ചിൽ നടത്തി. വണ്ടിയിൽ അർജുനില്ല. അതും ആ സൈഡിൽ അതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ കുഞ്ഞുങ്ങളെ കാര്യം ഞാനിപ്പം വന്ന് നിങ്ങളോട് ഷെയർ ചെയ്ത് എന്താന്ന് വെച്ചാൽ, പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പിന്നെ ഇപ്പം 2-3 ദിവസം മുമ്പിട്ട് എൻ്റെ വീട് എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്ത് പിന്നെ ഇതുപോലെ തന്നെ ഒരു കുട്ടി പിന്നെ വെള്ളം കയറിയിട്ട് പെട്ടെന്ന് ആ കുട്ടീനെ രക്ഷിക്കാനായില്ല. അങ്ങനെ തീരാ ദുഃഖം ആ കുടുംബത്തിൻ്റെ. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് തട്ടി. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയുള്ള പേപ്പറിലൊക്കെ കാണുന്നത്. ഇത് മുന്നേ ഇങ്ങനെ ഓരോരോ യുവതികൾ എന്താ പറയുക, അവിഹിതമായിട്ട് പ്രസവിച്ച കുഞ്ഞുങ്ങളെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവർക്ക് അമ്മത്തൊട്ടിൽ ഏൽപ്പിച്ചാൽ പോരെ എന്നാണ് എൻ്റെ സംശയം. നിങ്ങൾക്കോ?